welcome to leenuskitchen. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ വെജിറ്റേറിയൻ ഡിഷാണ്. വെണ്ടയ്ക്ക വെച്ചിട്ട് ഒരു അടിപൊളി ഡിഷാണ്. പിന്നെ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഈ വെണ്ടയ്ക്ക കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ ജീരകം ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആകുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് റോസ്റ്റ് ആകുമ്പോൾ ഞാനിവിടെ 2 പച്ചമുളക് ഇടുന്നുണ്ട്. പിന്നെ 2 ചെറിയ സവാള. അപ്പോൾ ഇതിനി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. അപ്പോൾ സവാളയൊക്കെ കുറച്ചൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറണം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ തക്കാളി എല്ലാം നല്ല സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ ഈ സമയം വരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് നമ്മൾ അവസാനമേ ചേർക്കുന്നുള്ളൂ. കാരണം വെണ്ടയ്ക്ക ആയതുകൊണ്ട് ഉപ്പ് ആദ്യം ചേർത്താൽ നമ്മൾ വെണ്ടയ്ക്ക ഇടുമ്പോൾ അതിൻ്റെ ആ പശയെല്ലാം കൂടെ പുറത്തോട്ട് വരും. അതുകൊണ്ട് ഏറ്റവും അവസാനം മാത്രമേ ഉപ്പ് ചേർക്കാവൂ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ച ആ തക്കാളിയൊക്കെ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ടൊമാറ്റോ ഒക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരണം. അതുവരെ നമുക്കിതൊന്ന് കുറച്ച് നേരം ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് മതിയാവും കേട്ടോ. അപ്പോൾ ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ തൈരിൻ്റെ പുളി അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ വെണ്ടയ്ക്ക കറിയാണ്. ഇനി നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1/4 കിലോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെണ്ടയ്ക്ക വറുത്തിട്ടും ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ വറുക്കുന്നില്ല, അല്ലാതെ തന്നെ ഇതിലിട്ടിങ്ങനെ വേവിച്ചെടുക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഉപ്പ് ഇതുവരെ നമ്മൾ ഇട്ടില്ല, ഉപ്പ് ലാസ്റ്റിലേ ഇടുന്നുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ ഇതിൽ ഫ്രൈ ചെയ്തു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം ഗ്രേവി വേണമെന്നനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ വെണ്ടയ്ക്ക ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വെണ്ടയ്ക്ക വെന്തോന്ന് നമുക്ക് നോക്കാം. കുറച്ചുകൂടെ വേവാനുണ്ട്. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അടച്ചു വെച്ച് അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക കറി എന്തായാലും നോക്കാം.
ഇപ്പോൾ വെണ്ടയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില വിതറിയിടാം, ഒന്ന് അരിഞ്ഞിടാം. പക്ഷെ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് ഇടുന്നില്ല. നമ്മൾ ഓൾറെഡി കസൂരി മേത്തി ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇടാം. അപ്പം ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. അപ്പോൾ വീണ്ടും വേറൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൻ.